വയനാട് പുനരധിവാസത്തിന്റെ സംസ്ഥാനത്തിന്റെ പേരിൽ സർക്കാർ കൊള്ള നടത്തിയെന്ന രാജു പി നായർ. 774 കോടി രൂപ ലഭിച്ചതിൽ 167 കോടി മാത്രമാണ് ചിലവാക്കിയത്. ടൗൺഷിപ്പ് പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചു. അങ്കമാലിയിലെ കാനറ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ ലഭിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും രാജു പി നായർ. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, രാജു പി നായർ ഈ ചോദ്യം നേരത്തെ ഉന്നയിച്ചതാണ്. ഡിവൈഎഫ്ഐ നൽകി 20 കോടി രൂപ നൽകിയിരിക്കുന്നത് ഈ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലേക്കാണ്. അങ്ങനെയാണ് എങ്കിൽ അതിൽ മറ്റെത്ര പണം ലഭിച്ചിട്ടുണ്ട്, അതിന്റെ വിവരങ്ങൾ എന്താണ്, ആ അക്കൗണ്ടിന്റെ തുക ഏതാണ്, അത് കൈകാര്യം ചെയ്യുന്നത് ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? അതായത് ഇതുവരെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരമുള്ള ആരോപണമാണ് കോൺഗ്രസ് നേതാവ് രാജു പി നായർ ഉന്നയിക്കുന്നത്. അതായത് 774 കോടി രൂപ ലഭിച്ചു, അങ്ങനെയെങ്കിൽ ചിലവാക്കിയ തുക കഴിച്ച് ബാക്കി 606 കോടി രൂപ കാണും. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ സൂക്ഷിക്കുന്നത് CMDRF ഫണ്ടിൽ? അതായത് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലുടനീളം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പുനരധിവാസം, പക്ഷേ പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യാനാണ് പലരും ശ്രമിച്ചത്. അങ്ങനെയെങ്കിൽ ഈ തുകയുടെ കാര്യത്തിൽ CMDRFന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ട് എന്ന് തന്നെ വെച്ചാൽ പോലും അവിടെ ഈ ബാക്കി തുകയുടെ കാര്യത്തിലാണ് അതെന്തിനു വേണ്ടി ചിലവഴിക്കും എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അതിനുള്ള മറുപടി ജനങ്ങൾക്ക് നൽകുന്നില്ല, അല്ലെങ്കിൽ ആ പുനരധിവാസത്തിന് അർഹരായ മനുഷ്യർക്ക് നൽകുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഈ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ, അതായത് ടൗൺഷിപ്പ് പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിന്റെ അക്കൗണ്ടിലേക്ക്, അതായത് അങ്കമാലിയിലെ കാനറ ബാങ്കിന്റെ അക്കൗണ്ടിലാണുള്ളത്, അവിടെ എത്ര പണം വന്നു, ആ അക്കൗണ്ട് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ആ അക്കൗണ്ടിലേക്ക് ഏതെല്ലാം അക്കൗണ്ടുകളിൽ നിന്നാണ് പണം സ്വീകരിച്ചിട്ടുള്ളത്, അതായത് ഡിവൈഎഫ്ഐയുടെ ഫണ്ടടക്കം വന്നു എന്ന് രാജു പി നായർ പറയുന്നു. അങ്ങനെയെങ്കിൽ അതിൽ പക്ഷേ ഒരു വ്യക്തത കുറവുണ്ട്. അതിൽ എത്ര പണം വന്നു, അത് എത്ര രൂപ ചെലവഴിച്ചു, എന്താണ് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയതിന്റെ പശ്ചാത്തലം എന്താണ്, ഇവയെല്ലാം വ്യക്തതയോടുകൂടി വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടല്ലോ. അത് നടക്കുന്നില്ല. അതായത് CMDRF അക്കൗണ്ടിന് പുറത്തൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്താണ്, അതിന്റെ നിയമസാധുത എന്താണ്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു അക്കൗണ്ട് രൂപീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം കൂടി പറയുന്നു. മറ്റൊന്ന്, ഒരു ടൗൺഷിപ്പിലെ വീട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചിലവാക്കിയതും അനുമതി നൽകിയതുമായ തുകയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ എന്തിനാണ് ഇനിയും ഈ കോടികൾ ചെലവഴിക്കുക എന്ന ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് പ്രതിപക്ഷവും. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.